ഇപ്പോൾ തൃപ്പൂണിത്തുറ ആശുപത്രിയിലുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. നടൻ ശ്രീനിവാസൻ ഓർമ്മയായി ഇന്ന് കാലത്താണ് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. സിനിമാ പ്രവർത്തകരൊക്കെ തന്നെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു വളരെ സാധാരണ ഒരു കുടുംബത്തിൽ, ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ കണ്ണൂരിലെ പാട്യത്ത് ജനിക്കുകയും പിന്നീട് മലയാള സിനിമയിലെ ഏറ്റവും ഉന്നതങ്ങൾ വിരാജിക്കുന്ന ഒരു നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ട് ശ്രീനിവാസൻ മാറി എന്നുള്ളതാണ് പിന്നീട് കണ്ടത്. ചെറിയ വേഷങ്ങളിലൂടെ തുടക്കം, എന്നാൽ വലിയ വേഷങ്ങൾ കെട്ടിയാടാൻ അവസരം വരികയായിരുന്നു. അദ്ദേഹം തിരക്കഥാകൃത്തായിട്ട് അറിയപ്പെടും മുമ്പേ തന്നെ ശ്രീധരൻ ചമ്പാടിൻ്റെ നോവലിന് സിനിമാ ഭാഷ്യം കുറിച്ച കെ ജി ജോർജിൻ്റെ മേളയിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. കോൺട്രിബ്യൂട്ടർ എന്നും അതുപോലെ തന്നെ കൺസൾട്ടൻ്റ് എന്നും ഒക്കെ പേരിൽ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട പേര് പിൽക്കാലത്ത് ഏറ്റവും ഹിറ്റായി മാറിയ തിരക്കഥകൾ എഴുതിയ ശ്രീനിവാസൻ്റേതാണ് എന്നാദ്യം മനസ്സിലായില്ല. മുത്താരംകുന്ന് PUയുടെ തിരക്കഥയും വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു. ആക്ഷേപഹാസ്യം നന്നായി വഴങ്ങുന്ന ഒരു നടനായിരുന്നു അദ്ദേഹം. സറ്റയറിൻ്റെ സാധ്യതകൾ വളരെ കൂടുതൽ സിനിമയിൽ ഉപയോഗിച്ചു. അദ്ദേഹം മനസ്സ് തുറന്ന് ചിരിക്കുന്ന ഒരാളായിരുന്നു. പലപ്പോഴും അദ്ദേഹം തമാശകൾ പറയുമ്പോൾ നമ്മൾ നേരിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തമാശ വരുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിൻ്റെ ചിരി വരും. നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ആ തമാശയുടെ ആഴം നമുക്ക് മനസ്സിലാകൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.